നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിന് മറ്റൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടുകളുടെ വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും വെറും 50 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പണി പൂർത്തീകരിച്ച 2 വീടുകളാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്നും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 50 മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ബസ് സ്റ്റോപ്പ് ഫ്രണ്ടേജായാണ് ഈ വില്ല പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് 14 കിലോമീറ്റർ ദൂരവും, കിഴക്കമ്പലം ടൗണിലേക്ക് 1 കിലോമീറ്റർ ദൂരവും, പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 3.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ചുറ്റും കോമ്പോ വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ് ചെയ്യാൻ വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. 2 വലിയ SUV കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. 5 മീറ്റർ വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത റോഡാണ് നമുക്ക് ഈ വീടിന് മുൻവശത്തായി ലഭിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളവും KWA കണക്ഷനുമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം 2020 പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വില്ലകളുള്ള ബസ് റൂട്ട് ഫ്രണ്ടേജായി വരുന്ന ഒരു വില്ല പ്രൊജക്റ്റാണിത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ കടുപ്പാക്കല്ലുകളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ മുൻവശത്തെ ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലിയിലാണ്. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം തന്നെ ആഞ്ഞിലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഗ്യാരൻറ്റിയോട് കൂടിയ മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകി നല്ല സൺലൈറ്റ് എപ്പോഴും ലഭിക്കുന്ന രീതിയിലാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ലിവിങ് സ്പേസ് പോലെ തന്നെ നല്ല സ്പേഷ്യസായി തന്നെയാണ് ഡൈനിങ് സ്പേസും നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ലൊരു സ്പേഷ്യസായ മനോഹരമായൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ എല്ലാം പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡ് മെറ്റീരിയൽസിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസിൻ്റെ സൈഡിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള മനോഹരമായൊരു സ്റ്റെയർ കേസും നൽകിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ ഈസിയായി ഉപയോഗിക്കാം. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. LED വാം ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നു. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. നല്ല ഒരു ടേബിൾ ടോപ്പ് മനോഹരമായ വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായ ഒരു ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിൻ്റെ കൗണ്ടറായി കട്ട്ലറി, ക്രോക്കറികൾ ഒക്കെയുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. നല്ലൊരു വിശാലമേറിയ ഈ കിച്ചണിൽ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന് ടോട്ടലായി വരുന്നത് 4 ബെഡ്റൂമുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും മാത്രമല്ല ഒരു സ്റ്റഡി റൂമും അവൈലബിൾ ആണ്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. മനോഹരമായൊരു ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഇവിടെയും നൽകിയിട്ടുണ്ട്.
ധാരാളം വിൻഡോകൾ നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു ഹോം തിയേറ്റർ സ്പേസും അവൈലബിൾ ആണ്. ഒതുങ്ങിയ ഏരിയയിലാണ് ഈ ഒരു ഹോം തിയേറ്റർ സ്പേസ് നൽകിയിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വിൻഡോകൾ നൽകി നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിൽ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡിനാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോസ്റ്റ് സൗകര്യങ്ങളും ഇവിടുത്തെ എല്ലാ ബാത്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. 4 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാവുന്ന ഒരു സ്പേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് വാളുകളിൽ അവൈലബിൾ ആണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് കോൺക്രീറ്റഡായി ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമായി യൂസ് ചെയ്യാൻ വിധത്തിലുള്ള ഒരു സ്പേസും മാത്രമല്ല ഒരു ഹോം തിയേറ്റർ സ്പേസും നൽകുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ വീട് സ്വന്തമാക്കുവാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.